Once again, welcome back to my YouTube channel. ഇന്ന് നമ്മൾ വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ചോദിക്കാറില്ലേ എപ്പോൾ മുതൽ, ഇതെങ്ങനെയാണ് പറയുന്നത്? സിൻസ് വെൻ. സിൻസ് വെൻ. എപ്പോൾ എന്ന് പറയാൻ വെൻ, മുതൽ എന്ന് പറയുന്നത് സിൻസ് എന്നാണ്. സോ സിൻസ് വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ മുതൽ. സോ നമുക്കിങ്ങനെ പറയണം, ഇന്നലെ രാവിലെ മുതൽ. അതെങ്ങനെ പറയും? സിൻസ് എസ്റ്റർഡേ മോർണിംഗ്. സിൻസ് എസ്റ്റർഡേ മോർണിംഗ്. എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നാണ്, മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ. സോ ഇന്നലെ രാവിലെ മുതൽ എന്ന് പറയാനാണ് സിൻസ് എസ്റ്റർഡേ മോർണിംഗ്. ഇനി ആർക്കു വേണ്ടി, അതെങ്ങനെ പറയും? ഫോർ ഹൂം. ഫോർ ഹൂം. ഇനി എന്തിനു വേണ്ടി എന്ന് ചോദിക്കണമെങ്കിലോ ഫോർ വാട്ട്. ഫോർ വാട്ട്. അടുത്തത് എന്ത് കാരണത്താൽ. എന്ത് എന്ന് പറയുന്നത് വാട്ട് എന്നാണ്, കാരണം എന്ന് പറയുന്നത് റീസൺ. സോ ഫോർ വാട്ട് റീസൺ എന്ന് പറഞ്ഞാൽ എന്ത് കാരണത്താൽ എന്നാണ്. ഇനി അടുത്തത് എന്ത് ആവശ്യത്തിന്. അതെങ്ങനെ പറയും? ഫോർ വാട്ട് പർപ്പസ്. ഫോർ വാട്ട് പർപ്പസ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ കാര്യം എന്നുള്ള അർത്ഥമാണ്. സോ എന്ത് കാര്യത്തിനാണ് അല്ലെങ്കിൽ എന്താവശ്യത്തിനാണ് എന്ന് ചോദിക്കാനാണ് ഫോർ വാട്ട് പർപ്പസ്. ഇനി എത്ര നാളത്തേക്ക്, അതെങ്ങനെ പറയും? എത്ര നാൾ എന്ന് പറയുന്നത് ഹൗ ലോങ് എന്നാണ്. ഹൗ ലോങ്, എത്ര സമയം അല്ലെങ്കിൽ എത്ര നാൾ എന്നുള്ള അർത്ഥം. എത്ര നാളത്തേക്ക് എന്ന് പറയാൻ ഫോർ ഹൗ ലോങ്. ഇനി എത്ര നാൾ മുമ്പാണ്, അതെങ്ങനെ പറയും? മുമ്പ് എന്ന് പറയാൻ എഗോ എന്നാണ് പറയുന്നത്. സോ ഹൗ ലോങ് എഗോ എന്ന് ചോദിച്ചാൽ എത്ര നാൾ മുമ്പാണ് എന്നുള്ള അർത്ഥമാണ്. ഹൗ ലോങ് എഗോ. ഇനി എത്ര മണി വരെ എന്ന് ചോദിക്കണം. അതെങ്ങനെ പറയും? അൺടിൽ വാട്ട് ടൈം. അൺടിൽ വാട്ട് ടൈം. അതായത് എത്ര മണി വരെ എന്നുള്ള അർത്ഥമാണ്. ഇനി ഞാൻ പോകട്ടെ അല്ലെങ്കിൽ ഞാൻ വരട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ അതിന് ലെറ്റ് മീ കഴിഞ്ഞിട്ട് എന്ത് വേർബാണോ അത് പറയുക. സോ ഞാൻ പോകട്ടെ, പോവുക എന്ന് പറയുന്നത് ഗോ എന്നാണ്. സോ ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകട്ടെ. ഇനി ഞാൻ വരട്ടെ എന്നാണെങ്കിലോ ലെറ്റ് മീ കം. ലെറ്റ് മീ കം. ഇനി ഞാനത് ചെയ്യട്ടെ എന്നാണെങ്കിലോ അത് ചെയ്യുക എന്ന് പറയുന്നത് ഡു ദാറ്റ് എന്നാണ്. സോ ലെറ്റ് മീ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യട്ടെ എന്നാണ്. ഇനി ഇത് തന്നെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ പറയേണ്ടപ്പം ലെറ്റ്സ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റസിൻ്റെ ഷോർട്ടാണ്. സോ നമുക്ക് പോകാം, അതെങ്ങനെ പറയും? ലെറ്റ്സ് ഗോ. നമുക്ക് അത് ചെയ്യാം, ലെറ്റ്സ് ഡു ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സെൻറ്റൻസസ് എങ്ങനെ പറയാമെന്ന് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. ഞാൻ നോക്കട്ടെ, നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോവുക എന്നുള്ളത് ഗോ ഹോം ആണ്, ഗോ ടു ഹോം അല്ല. ഇവിടെ ടു എന്ന പ്രൊപസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് അവർ ബസ്സിനാണോ പോയത് എന്ന് ചോദിക്കണം. അപ്പോൾ ബസ്സിൽ പോകുക എന്ന് പറയാൻ നമുക്ക് ഗോ ബൈ ബസ് എന്നും പറയാം, അതേപോലെ തന്നെ ടേക്ക് ദ ബസ് എന്നും പറയാം. സോ അവർ ബസ്സിനാണോ പോയത്, അതെങ്ങനെ പറയും? പാസ്റ്റ് ടെൻസ് ആണ്. സോ നമുക്ക് ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡിഡ്, അവർ എന്ന് പറയാൻ ദേ. ഡിഡ് ദേ എങ്ങനെ ചോദിക്കാം? ഡിഡ് ദേ ഗോ ബൈ ബസ് അല്ലെങ്കിൽ ഡിഡ് ദേ ടേക്ക് ദ ബസ്. ഇനി അവർ നടന്നാണ് പോയത് എന്ന് പറയണം. നടന്നു പോവുക എന്ന് പറയുന്നത് ഓൺ ഫുട്ട് എന്നാണ്. സോ അവർ നടന്നാണ് പോയത്, അതെങ്ങനെ പറയും? ദേ വെൻറ്റ് ഓൺ ഫുട്ട്. ദേ വെൻറ്റ് ഓൺ ഫുട്ട്. ഇനി അടുത്തത് എന്നോടത് വിശദീകരിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? വിശദീകരിക്കുക എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എന്നാണ്. സോ അത് എന്നോട് എന്നാണ് പറയേണ്ടത്. എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ. എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ. അതായത് എന്നോടത് വിശദീകരിക്കൂ, എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ. അടുത്തത് അടുത്ത് വന്ന് നോക്കുക എന്ന് പറയണം. അടുത്ത് വരിക എന്നെങ്ങനെയാണ് പറയുന്നത്? കം ക്ലോസർ. കം ക്ലോസർ. അടുത്ത് വന്ന് നോക്കുക എന്ന് പറയാൻ കം ക്ലോസർ ആൻഡ് സീ. കം ക്ലോസർ ആൻഡ് സീ. ഇനി എനിക്ക് ഖേദമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഖേദം, ദുഃഖം, സങ്കടം എന്നുള്ള അർത്ഥമാണ്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഇനി ഇത് തന്നെ എനിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയത്തില്ലേ. സോ ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ് എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ഖേദവുമില്ല എന്നാണ് അർത്ഥം. ഇനി അടുത്തത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം.
നമുക്കറിയാം കഴിയുമോ എന്നാണ്. അപ്പോൾ കഴിയും എന്ന് പറയുന്നത് ക്യാൻ ആണ്. അപ്പോൾ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഓക്സിലറി വെർബായി ക്യാൻ ഫ്രണ്ടിലോട്ടാക്കുക. സോ എനിക്ക് സംസാരിക്കാൻ കഴിയുമോ, ക്യാൻ ഐ. നിന്നോട് സംസാരിക്കുക എന്ന് പറയാൻ ടോക്ക് ടു യു. ഇപ്പോൾ എന്ന് പറയാൻ നൗ. ക്യാൻ ഐ ടോക്ക് ടു യു നൗ? എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ കഴിയുമോ? ഇപ്പോൾ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് പറയണം. അതെങ്ങനെ പറയും? നോട്ട് നൗ. നോട്ട് നൗ, അതായത് ഇപ്പോൾ പറ്റില്ല എന്നുള്ള അർത്ഥമാണ്. ഇനി എന്തുകൊണ്ട് പറ്റില്ല, അതെങ്ങനെ പറയും? വൈ നോട്ട്. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ, എന്തുകൊണ്ടില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടപ്പം വൈ നോട്ട് എന്ന് ചോദിക്കാം. ഞാനിപ്പോൾ ഫോണിലാണ്, അതെങ്ങനെ പറയും? ഫോണിലാണ് എന്ന് പറയുന്നത് ഓൺ ദ ഫോൺ എന്നാണ്. സോ ഐ ആം ഓൺ ദ ഫോൺ നൗ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫോണിലാണ്. ഐ ആം ഓൺ ദ ഫോൺ നൗ. ഞാൻ ഫ്രീ ആകുമ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയാൻ ഐ വിൽ കോൾ യു. ഞാൻ ഫ്രീ ആകുമ്പോൾ എന്ന് പറയാൻ വൺസ് ഐ ആം ഫ്രീ എന്ന് പറയാം. വൺസ് ഐ ആം ഫ്രീ. സോ ഞാൻ ഫ്രീ ആകുമ്പോൾ നിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു വൺസ് ഐ ആം ഫ്രീ. ഇനി നമ്മൾ പറയത്തില്ലേ പ്രത്യേക കാരണമൊന്നുമില്ല. പ്രത്യേക കാരണം എന്ന് പറയുന്നത് സ്പെസിഫിക് റീസൺ എന്നാണ്. സ്പെസിഫിക് റീസൺ. അപ്പോൾ പ്രത്യേക കാരണമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോ സ്പെസിഫിക് റീസൺ. ഇനി എന്തിൻ്റെയെങ്കിലും ഉപയോഗം കുറയ്ക്കുക എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് കട്ട് ഡൗൺ. അതായത് ഇപ്പം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ എനിക്കതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതെങ്ങനെ പറയും? ഐ നീഡ് ടു കട്ട് ഡൗൺ ഓൺ ഇറ്റ്. ഐ നീഡ് ടു കട്ട് ഡൗൺ ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്നാണ് അർത്ഥം. ഐ നീഡ് ടു കട്ട് ഡൗൺ ഓൺ ഇറ്റ്. ഇനി അടുത്തത് നാളെ ഇതേ സമയം എന്ന് പറയണം. നാളെ ഇതേ സമയം. ഇതേ സമയം എന്ന് പറയുന്നത് സെയിം ടൈം എന്നാണ്. സോ സെയിം ടൈം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ ഇതേ സമയം എന്നുള്ള അർത്ഥമാണ്. സെയിം ടൈം ടുമോറോ. ഇനി നമ്മൾ ഞാൻ വരണോ എന്ന് ചോദിക്കത്തില്ലേ, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഷുഡ് ഐ കം. ഷുഡ് ഐ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരണോ എന്നാണ്. ഞാൻ നിൻ്റെ കൂടെ വരണോ, അതെങ്ങനെ ചോദിക്കും? നിൻ്റെ കൂടെ എന്ന് പറയുന്നത് വിത്ത് യു എന്നാണ്. സോ ഷുഡ് ഐ കം വിത്ത് യു എന്ന് ചോദിച്ചാൽ ഞാൻ നിൻ്റെ കൂടെ വരണോ. ഇനി ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഷുഡ് ഐ കം. കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് പിക്ക് അപ്പ് എന്നാണ്. സോ നിന്നെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ പിക്ക് യു അപ്പ്. ഷുഡ് ഐ കം ടു പിക്ക് യു അപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് വരണോ എന്നുള്ള അർത്ഥമാണ്. ഷുഡ് ഐ കം ടു പിക്ക് യു അപ്പ്. ഇനി ഞാൻ തനിയെ വന്നോളാം എന്ന് പറയണം. അതെങ്ങനെ പറയും? തനിയെ വരിക എന്ന് പറയുന്നത് കം ബൈ മൈസെൽഫ് എന്ന്, അതായത് ഞാൻ സ്വയം വന്നോളാം എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിൽ കം ബൈ മൈസെൽഫ്. സോ ഐ വിൽ കം ബൈ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തനിയെ വന്നോളാം എന്നാണ് അർത്ഥം. ഐ വിൽ കം ബൈ മൈസെൽഫ്. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ എനിക്ക് അവനെ കാണണമെന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ വോണ്ടഡ് ടു എന്ന് പറയാം. ഐ വോണ്ടഡ് ടു. അപ്പോൾ എനിക്ക് അവനെ കാണണമെന്നുണ്ടായിരുന്നു. അതെങ്ങനെ പറയും? അവനെ കാണുക. സീ ഹിം. ഐ വോണ്ടഡ് ടു സീ ഹിം. ഇനി എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. അതെങ്ങനെ പറയും? ഐ വോണ്ടഡ് ടു ടെൽ യു. ഐ വോണ്ടഡ് ടു ടെൽ യു. ഇനി എനിക്ക് നോ പറയണമെന്നുണ്ടായിരുന്നു, അതായത് ഇല്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതെങ്ങനെ പറയും? ഐ വോണ്ടഡ് ടു സേ നോ. ഐ വോണ്ടഡ് ടു സേ നോ. ഇനി ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എനിക്ക് അവനത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി തിടുക്കമൊന്നുമില്ല എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? തിടുക്കമില്ല എന്ന് പറയാൻ നോ ഹറി എന്ന് പറയാം. അപ്പം തിടുക്കമൊന്നുമില്ല എന്ന് പറയാൻ ദർ ഈസ് നോ ഹറി. ദർ ഈസ് നോ ഹറി എന്ന് പറഞ്ഞാൽ തിടുക്കമൊന്നുമില്ല എന്നാണ് അർത്ഥം. ദർ ഈസ് നോ ഹറി. ഇനി അടുത്ത സെൻറ്റൻസ് അവൻ ഒരിക്കലും മെച്ചപ്പെടാൻ പോകുന്നില്ല എന്ന് പറയണം. മെച്ചപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇംപ്രൂവ്. സോ മെച്ചപ്പെടാൻ എന്ന് പറയാൻ ടു ഇംപ്രൂവ്. ഒരിക്കലും എന്ന് പറയാൻ നെവർ. ഒരിക്കലും മെച്ചപ്പെടാൻ പോകുന്നില്ല, നെവർ ഗോയിങ് ടു ഇംപ്രൂവ്. ഹീ ഈസ് നെവർ ഗോയിങ് ടു ഇംപ്രൂവ്. അതായത് അവൻ ഒരിക്കലും മെച്ചപ്പെടാൻ പോകുന്നില്ല. ഇനി അടുത്തത് എൻ്റെ ജോലിയിൽ ഇടപെടരുത് എന്ന് പറയണം.
ഇടപെടുക എന്ന് പറയുന്നത് ഇൻ്റർഫിയർ എന്നാണ്. ഇടപെടരുത്, എന്തെങ്കിലും അരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് യൂസ് ചെയ്യുക. സോ ഡോണ്ട് ഇൻ്റർഫിയർ എന്ന് പറഞ്ഞാൽ ഇടപെടരുത്. ഇനി എൻ്റെ ജോലിയിൽ എന്നാണ് ഇൻ മൈ വർക്ക്. ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ മൈ വർക്ക്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അത് പെട്ടെന്ന് ചെയ്യുക എന്ന് പറയണം. ചെയ്യുക എന്ന് പറയാൻ ഡു, അത് ചെയ്യുക ഡു ഇറ്റ്. പെട്ടെന്ന് എന്ന് പറയാൻ സൂൺ, ഡു ഇറ്റ് സൂൺ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യുക. ഇനി ഇത് തന്നെ പല രീതിയിൽ പറയാം. പെട്ടെന്ന് എന്ന് പറയാൻ ക്വിക്ക്ലി എന്ന് പറയാം. സോ ഡു ഇറ്റ് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് എന്ന് പറയാൻ ഫാസ്റ്റ് എന്ന് പറയാം. സോ ഡു ഇറ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് ചെയ്യുക എന്നാണ്. ഇനി അടുത്തത് ഒരു പക്ഷേ അതായിരിക്കാം അവൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഒരു പക്ഷേ എന്ന് പറയുന്നത് മേ ബി എന്നാണ്. മേ ബി. അതായിരിക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് വാട്ട്, അല്ലെങ്കിൽ ഷോർട്ടാക്കി ദാറ്റ്സ് വാട്ട് എന്ന് പറയാം. അവൻ ഇഷ്ടപ്പെടുന്നത് ഹി ലൈക്സ്. മേ ബി ദാറ്റ്സ് വാട്ട് ഹി ലൈക്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതായിരിക്കാം അവൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഹി സിംഗുലർ ആയതുകൊണ്ടാണ് ലൈക്സ് എന്ന് വന്നത്. ഇനി എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. മറുപടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിപ്ലൈ. മറുപടി ഒന്നും, നോ റിപ്ലൈ. എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. കിട്ടുക എന്നുള്ളത് ഗെറ്റ് ആണ്. അപ്പോൾ കിട്ടിയില്ല എന്ന് പറയാൻ ഗോട്ട് വരും. സോ ഐ ഗോട്ട് നോ റിപ്ലൈ എന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഐ ഗോട്ട് നോ റിപ്ലൈ. ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. അതായത് കിട്ടിയില്ല, ഇത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. കിട്ടിയില്ല എന്നാണ്. അപ്പം ഡിഡിൻ്റെ കൂടെ നോട്ട് കൂടെ വരും. സോ എനിക്ക് കിട്ടിയില്ല, ഐ ഡിഡൻറ്റ് ഗെറ്റ്. മറുപടി ഒന്നും എന്നല്ലേ? എനി റിപ്ലൈ. ഐ ഡിഡൻറ്റ് ഗെറ്റ് എനി റിപ്ലൈ. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്ക് പകരം നോ റിപ്ലൈ എന്ന് പറയും. ഐ ഡിഡൻറ്റ് ഗെറ്റ് നോ റിപ്ലൈ. അത് തെറ്റാണ്. കാരണം ഒരു സെൻറ്റൻസിൽ രണ്ട് നെഗറ്റീവ് വരാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ എനിയാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഡിഡൻറ്റ് ഗെറ്റ് എനി റിപ്ലൈ. ഇനി അടുത്ത സെൻറ്റൻസ് അതൊരു ഒഴികഴിവല്ല. ഒഴികഴിവ് എന്ന് പറയുന്നത് എക്സ്ക്യൂസ് എന്നാണ്. അപ്പോൾ അത് ഒരു ഒഴികഴിവല്ല. ദാറ്റ്സ് നോ എക്സ്ക്യൂസ് എന്ന് പറയാം. ദാറ്റ്സ് നോ എക്സ്ക്യൂസ്. അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയാം. ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതൊരു ഒഴികഴിവല്ല. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് പോയാലോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഐ വി ഒക്കെ വരുമ്പോൾ നമ്മൾ ഷാലാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് പോയാലോ എന്ന് ചോദിക്കാൻ ഷാൽ വി ഗോ. ഷാൽ വി ഗോ. നമുക്ക് പോയാലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും അതെങ്ങനെ ചോദിക്കും? വാട്ട് ഷാൽ വി ഡു. വാട്ട് ഷാൽ വി ഡു. ഇനി നമ്മൾ എവിടെ പോകും എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ എവിടെ എന്ന് ചോദിക്കാൻ വേർ ആണ്. സോ വേർ ഷാൽ വി ഗോ എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ പോകും. ഇനി അടുത്തത് എനിക്കറിയാവുന്നിടത്തോളം അവൻ ഒരു നല്ല വ്യക്തിയാണ് എന്ന് പറയണം. എനിക്കറിയാവുന്നിടത്തോളം എന്നെങ്ങനെ പറയും? as far as I know. as far as I know എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നിടത്തോളം അവനൊരു നല്ല വ്യക്തിയാണ്. അതെങ്ങനെ പറയും? he is a good person. as far as I know he is a good person. എനിക്കറിയാവുന്നിടത്തോളം അവനൊരു നല്ല വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്നിടത്തോളം അവരെല്ലാവരും വരുന്നുണ്ട് എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത സെൻറ്റൻസ് അവനെപ്പറ്റി മറ്റെന്ത് നിനക്കറിയാം, അല്ലെങ്കിൽ അവനെപ്പറ്റി നിനക്ക് വേറെ എന്തറിയാം എന്ന് ചോദിക്കണം. വേറെ എന്ത് എന്നെങ്ങനെയാണ് പറയുന്നത്? വാട്ട് എൽസ്. വാട്ട് എൽസ്. അവനെപ്പറ്റി അറിയുക എന്നെങ്ങനെയാണ് പറയുന്നത്? നോ എബൌട്ട് ഹിം. സോ വാട്ട് എൽസ് ഡു യു നോ എബൌട്ട് ഹിം എന്ന് ചോദിച്ചാൽ അവനെപ്പറ്റി നിനക്ക് മറ്റെന്തറിയാം എന്നുള്ള അർത്ഥമാണ്. വാട്ട് എൽസ് ഡു യു നോ എബൌട്ട് ഹിം. ഇനി ഇത് തന്നെ നിനക്ക് അവനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയാമോ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ അതെങ്ങനെ പറയും? നിനക്കറിയാമോ എന്ന് പറയാൻ ഡു യു നോ. വേറെ എന്തെങ്കിലും എനിത്തിങ് എൽസ് അവനെക്കുറിച്ച് എന്ന് പറയാൻ എബൌട്ട് ഹിം. ഡു യു നോ എനിത്തിങ് എൽസ് എബൌട്ട് ഹിം. നിനക്ക് അവനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയാമോ?
സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.